ഇന്ന് മാർച്ച് 8 OTT റിലീസിനൊരുങ്ങുന്ന സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഒരു ജാതകം അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ നായകനെത്തിയ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമ ഈ വരുന്ന ആഴ്ച മാർച്ച് 14 OTT റിലീസ് ആകുന്നതാണ്. മനോരമ മാക്സിലൂടെയാണ് സിനിമ അന്നേ ദിവസം OTT റിലീസ് ചെയ്യുക. കൂടാതെ സിംപ്ലി സൗത്ത് അതോടൊപ്പം തന്നെ ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലും റിലീസ് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് മനോരമ മാക്സിന്റെ ഈ മാസം തന്നെ OTT റിലീസിനൊരുങ്ങുന്ന ഞാൻ കണ്ടത് സാറേ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ദ്രജിത്ത് നായകനെ എത്തിയ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ നിലവിൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഈ മാർച്ച് മാസം അവസാന ആഴ്ചയോടെയാണ് സിനിമയുടെ OTT റിലീസ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ബ്യൂട്ടി ഇൻ ബ്ലാക്ക് എന്നൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. വിദേശ സീരീസാണ് കഴിഞ്ഞ ദിവസം റിലീസാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ സീരീസ് സോണി ലിവിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ദി വാക്കിംഗ് ഓഫ് എ നേഷൻ എന്നൊരു സോണി ലിവിന്റെ ഹിന്ദി സീരീസ് ആണ് ഹിന്ദിക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഉത്സവം എന്നൊരു തെലുഗു സിനിമ ഇപ്പോൾ OTT റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. സൺ നെക്സ്റ്റ് ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. മറ്റൊരു തെലുഗു സിനിമ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ലൈല എന്ന സിനിമയാണ്. വിശോക് സെൻ നായകനെയും നായികയായിട്ടും എത്തിയ സിനിമ തെലുഗു OTT പ്ലാറ്റ്ഫോമിൽ അടുത്തയാഴ്ചയോടെ റിലീസാകുന്നതാണ്. ടെസ്റ്റ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര തുടങ്ങിയവർ അഭിനയിച്ച സിനിമ തമിഴിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമയാണ്. ചിത്രം ഏപ്രിൽ മാസം 4 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. മലയാളം ഉൾപ്പെടെയുള്ള പാനന്തൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകും. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നാണ് കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 1.5 മാസങ്ങൾ പിന്നിടുന്ന വേളയിലും സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും സിനിമ അവർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ജോജു സിനിമ പോലും ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. എന്തായാലും ഡൊമിനിക്കിന്റെ OTT റിലീസ് ഈ മാർച്ച് മാസം തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി OTT പ്ലാറ്റ്ഫോമിൽ മാറ്റം വരുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.